ആറന്മുളയിൽ നിന്ന് കിടങ്ങന്നൂർ പോകുന്ന വഴിയിലാണ് ഞാൻ ഈ ഒരു ഹിഡൻ പ്ലേസ് കണ്ടത് കേട്ടോ. വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലെങ്കിലും നമുക്ക് ഒരു കുറച്ച് സമയം റിലാക്സ് ചെയ്യാനായിട്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന പാലത്തെ കൂടാതെ അവിടുത്തെ പഴയ പാലവും അവിടെ തന്നെ ഇപ്പോൾ കാണാം. പക്ഷേ ഇതാരും യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോടെ പതിയെ ഒരു വിധത്തിൽ പിടിച്ചിറങ്ങി. പഴയ പാലം പുതിയ പാലം അടുത്തടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ആറാണോ തോടാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും വയലും കൃഷിയിടം ഒക്കെ ആയിരുന്നു എന്ന് പറയാനായിട്ട് പറ്റും. കണ്ടത്തിൽ കൂടെയുള്ള തോടായതുകൊണ്ടായിരിക്കാം ചള്ളം നിറഞ്ഞതായിട്ടാണ് വെള്ളമൊക്കെ കണ്ടത്. ഞങ്ങൾ പതിയെ വഴി നടക്കാനായിട്ട് തീരുമാനിച്ചു. ഏതായാലും ഇവിടെ വള്ളമൊക്കെ കിടക്കുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമാണ് ഇത് കാണാനായിട്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂടൊട്ടും അനുഭവപ്പെടത്തില്ല കേട്ടോ. നല്ല കാറ്റും വീശുന്നുണ്ടായിരുന്നു. കണ്ടത്തിലൊക്കെ പോത്തിനെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരിതിനെ അഴിച്ചാൽ വിടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നയാൾ ഈ സ്ഥലത്തിറങ്ങിയപ്പം ഡബിൾ ഹാപ്പി ആയിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ ഈ മഴക്കാലത്ത് ഈ റോഡിൽ കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം നിറഞ്ഞ് കെട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മഴക്കാലത്ത് ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണെങ്കിൽ ഇവിടെ ഇറങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ ഒരു അപകടം നടന്നിട്ടുമുണ്ട് കേട്ടോ. എന്തോ കുട്ടികളെന്തോ നീന്താൻ വന്നോ അങ്ങനെ എന്തോ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചുറ്റും ഏതെങ്കിലും തണൽ മരങ്ങളൊക്കെ അത്യാവശ്യത്തിന് തണൽ മരമൊക്കെ ചുറ്റും നിൽപ്പുണ്ട്. ഏതായാലും കൂട്ടത്തിൽ വന്നയാൾക്ക് ഒരു എക്സസൈസ് ചെയ്യണമെന്നൊക്കെ തോന്നി. അപ്പം വീഡിയോഗ്രാഫർ പറയുന്നതനുസരിച്ച് അവിടോട്ടും ഇവിടോട്ടും ഒക്കെ ചാടി തുള്ളി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചൂണ്ടയിടാനും ആൾക്കാർ വരുന്നുണ്ട്. അപ്പം മീനുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. ഇത് കണ്ടില്ലേ, അവിടെ നിന്നൊരു മരമാണ്. അതിൽ സർക്കസൊക്കെ ഒന്ന് കാണിച്ച് നോക്കുക. എല്ലാ കാര്യങ്ങളും ശരിയാകട്ടെ. ഈ ഫോണും ടി വി എല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്തിൽ കൂടെ ഒക്കെ ഇറങ്ങുവാണെങ്കിൽ കുട്ടികൾ കുറച്ച് റിലാക്സേഷനൊക്കെ കിട്ടും. അതാണ് പാലം. അവിടെ ഒരു കൂറ്റൻ പോത്തും കൂട്ടം നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു കേട്ടോ. വീഡിയോയിലത് കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ദൂരെ നിന്ന് അവൻ അടുത്തേക്ക് നടന്ന് വരുന്നായിരുന്നു. നേരത്തേക്ക് ഈ പോത്തിനെ കാണുന്ന പേടിയായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം ഇതിനെ കാണുന്ന പേടിയില്ല. കാരണം വീട്ടിൽ വളർത്തിയിട്ടുള്ളത് കൊണ്ട് യാതൊരു പേടിയും ഇതിനോട് തോന്നാറില്ല. ഏതായാലും ഇതിൽ വരുന്നവർ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ സ്ഥലം തന്നെയാണെന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ ഈ ആറിൻ്റെ തീരത്ത് തന്നെ, ആറാണ് തോടാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, കുറേ പോത്തിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ പാലത്തിൻ്റെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതെന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല, വാഗയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഏതായാലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണെന്ന് പറയാം.